കേൾവിയുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ ENT സ്പെഷ്യലിസ്റ്റ് ആ ബോർഡിനകത്തുണ്ടായിരിക്കണം എന്നൊക്കെയുള്ള ചില നോംസുകൾ ആ ബോർഡുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ട്. എന്നാൽ അതെല്ലാം കാറ്റിൽ പറത്തി കാഴ്ച ഈ 40% താഴെ കാഴ്ച പരിമിതിയുള്ള ആളുകളും ഭിന്നശേഷിക്കാരാണെന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റ് വാങ്ങി ജോലിയിൽ കയറുന്നു. ഭിന്നശേഷി നിയമനവുമായി ബന്ധപ്പെട്ടുള്ള വ്യത്യസ്തങ്ങളായ ചർച്ചകൾ കേരളത്തിലുടനീളം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഭിന്നശേഷിക്കാരുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയാണ് ഭരണകൂടങ്ങൾ പ്രത്യേക സംവരണവും മറ്റുമൊക്കെ ഏർപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത്, അവർക്ക് ജോലിയിലും മറ്റുമൊക്കെ. അപ്പോൾ അതിൻ്റെ ഭാഗമായി അധ്യാപക മേഖലയിലാണെങ്കിലുമൊക്കെ ആ ഒഴിഞ്ഞു കിടക്കുന്ന അധ്യാപക തസ്തികകളോ അല്ലെങ്കിൽ മറ്റു ജോലി സാധ്യതകളൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് ആ ഒരു തസ്തികകൾ കിട്ടുന്നതിന് വേണ്ടി, ആ ജോലികൾ കരഗതമാക്കുന്നതിന് വേണ്ടി വ്യാജമായ ഭിന്നശേഷി സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കുകയും അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വന്നിരുന്നു. അതിൻ്റെ ഇടനിലക്കാർക്ക് വമ്പിച്ച ലാഭങ്ങൾ കിട്ടുന്നു, അവർ തടിച്ചു കൊഴുക്കുന്നു എന്നിത്യാദി വാർത്തകളൊക്കെ വരികയുണ്ടായി. ഈ ഒരു വാർത്തയോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു? ഇത് നേരത്തെ നമ്മൾ സ്പോട്ട്ലൈറ്റിൽ ഇതിൻ്റെ ഒരു പാർട്ട് ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് ഇത് നമ്മൾ കൊണ്ടുപോകേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന്, ഭിന്നശേഷിക്കാർക്ക് 1995 മുതലാണ് സംവരണം കേന്ദ്ര ഒരു പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് 1995 എന്ന നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ 3% സംവരണം നടപ്പിലാക്കുന്ന ഒരു ഇത് കൊണ്ടുവന്നിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഭിന്നശേഷിക്കാർക്ക് സംവരണം നടപ്പിലാക്കിയിരുന്നു. അത് എല്ലാ മേഖലകളിലും ഉണ്ടായിരുന്നു. പിന്നീട് 2016 കേരളത്തിൽ മറ്റൊരു നിയമം കൊണ്ടുവരേണ്ടായി. റൈറ്റ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് 2016 എന്ന് പറയുന്ന RPWD ആക്ട് എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഒരു നിയമം കേരളത്തിൽ കൊണ്ടുവരേണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ 3% സംവരണം ഉണ്ടായിരുന്നത് 4% അധികരിപ്പിച്ചു, വർദ്ധിപ്പിച്ചു. പക്ഷേ ഈ PSC ഒക്കെ ഈ സംവരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ പരിഗണിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ നിയമനങ്ങളൊക്കെ നടന്നിരുന്നു. എന്നാൽ കുറച്ചും കൂടി ശക്തമായി 2016 ശേഷമാണ് ഇത് ചർച്ചയ്ക്ക് വരുന്നത്. പിന്നീട് ഇതേ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എയ്ഡഡ് സ്കൂളുകളിൽ നേരത്തെ ഇത് നടപ്പിലാക്കിയിരുന്നില്ല. എയ്ഡഡ് സ്കൂളുകളിൽ അധ്യാപക നിയമനത്തിൽ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നിടത്ത് അധ്യാപക തസ്തികകളൊക്കെ ആവട്ടെ, ഇത് നടപ്പിലാക്കിയിരുന്നില്ല. അതുമായി ബന്ധപ്പെട്ട് ഈ ഭിന്നശേഷിക്കാരായ ഉദ്യോഗാർത്ഥികൾ കോടതിയിൽ പോവുകയും അവർക്ക് അനുകൂലമായി വിധി സമ്പാദിക്കുകയും ചെയ്തു. കഴിഞ്ഞൊരു 4-5 വർഷമായി അതുകൊണ്ട് തന്നെ അത് ശക്തമായി നടപ്പിലാക്കണമെന്ന ഒരവസ്ഥയിലേക്ക് കോടതികൾ വളരെ കർശനമായി അതിൽ സ്റ്റാൻഡ് എടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഭിന്നശേഷി നിയമനങ്ങൾ നടപ്പിലാക്കുകയും ചെയ്തു. അതായത് ഭിന്നശേഷി നിയമനം നടപ്പിലാക്കാതെ മറ്റു നിയമനങ്ങൾക്ക് അംഗീകാരം നൽകുകയില്ല എന്ന ഒരു അവസ്ഥയിലേക്ക് ഇവിടുത്തെ എയ്ഡഡ് സ്കൂളുകളിലെ നിയമനങ്ങളൊക്കെ ആയി. അത് മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ഈയിടെയായി ഭിന്നശേഷി സംഘടനകളുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളും അതുമായി ബന്ധപ്പെട്ട ആളുകളും ഇപ്പോൾ വളരെ ഗുരുതരമായ ചില ആരോപണങ്ങളുമായി രംഗത്ത് വന്നിട്ടുള്ളത്. സമൂഹം വളരെ ഗൗരവത്തിൽ, പ്രത്യേകിച്ച് ഗവൺമെൻറ്റും ഉത്തരവാദിത്തപ്പെട്ട ആളുകളും വിദ്യാഭ്യാസ വകുപ്പുമൊക്കെ വളരെ ഗൗരവത്തിൽ കാണേണ്ട ചില സംഗതികളാണ് അവർ ഉന്നയിക്കുന്നത്. ശരിക്കും ഭിന്നശേഷിക്കാരായ ആളുകൾക്ക് 40%, 21 വിഭാഗങ്ങളുണ്ട്, ഭിന്നശേഷി വിഭാഗങ്ങളായി പരിഗണിക്കപ്പെടുന്നു. 40% ഡിസേബിലിറ്റി ഉണ്ടെങ്കിലാണ് അവരെ ഭിന്നശേഷിക്കാരുടെ ആനുകൂല്യത്തിന് അർഹരായ ആളുകളായി പരിഗണിക്കപ്പെടുക. 40%-ന് താഴെയാണെങ്കിൽ അത് പരിഗണിക്കപ്പെടുകയില്ല. എന്നാൽ പലരും നേരത്തെ ഷമീൽ സൂചിപ്പിച്ചതുപോലെ വ്യാജരേഖകളുണ്ടാക്കി ഈ ഭിന്നശേഷിക്കാരുടെ ഒഴിഞ്ഞു കിടക്കുന്ന സംവരണ തസ്തികകളിലേക്ക് നിയമനം നേടാൻ വേണ്ടി ഇപ്പോൾ ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ഇവർ ആരോപിക്കുന്നത്. മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ ഭിന്നശേഷിക്കാരെ നിയമിക്കുക എന്നുള്ളത് അവരുടെയും ഒരാവശ്യമാണ്. കാരണം ആ നിയമനങ്ങൾ നടക്കാതെ ബാക്കിയുള്ള നിയമനങ്ങൾക്ക് അനുമതി ലഭിക്കുന്ന, അതിൻ്റെ അപ്രൂവൽ കിട്ടുന്ന ഒരു സാഹചര്യം ആയതുകൊണ്ട് തന്നെ അവർക്കും ഇത് ആവശ്യമാണ്. അപ്പോൾ ഇടനിലക്കാരായ ആളുകളെ ഉപയോഗിച്ചുകൊണ്ട് വ്യാജ സർട്ടിഫിക്കറ്റുകൾ സമ്പാദിക്കുന്നു എന്നാണ് ഭിന്നശേഷിക്കാരായ ആളുകൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ആരോപണം എന്ന് പറയുന്നത്. അതിനവർ കുറേയധികം തെളിവുകൾ പറയുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ലോ വിഷനും അതുപോലെ തന്നെ കേൾവി സംബന്ധിച്ച് ഡെഫ് എന്ന വിഭാഗത്തിൽപ്പെടുന്ന അത്തരം ഡിസേബിലിറ്റിയുള്ള ഭിന്നശേഷിക്കാരായ ആളുകൾ, ബാക്കിയുള്ളതെല്ലാം ഒരുപക്ഷെ നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ സാധിച്ചേക്കാം. അപ്പോൾ ഇത് സാധാരണ ഈ സർട്ടിഫിക്കറ്റ് അനുവദിക്കുക ഒരു മെഡിക്കൽ ബോർഡാണ്.
മെഡിക്കൽ ബോർഡിൽ അതിന് ചില രൂപങ്ങളൊക്കെയുണ്ട്. അതിൽ ഈ കാഴ്ചയുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ ഓഫ്താൽമോളജിസ്റ്റ് അതിനകത്ത് ഉണ്ടായിരിക്കണം. കേൾവിയുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ ENT സ്പെഷ്യലിസ്റ്റ് ആ ബോർഡിനകത്തുണ്ടായിരിക്കണം എന്നൊക്കെയുള്ള ചില നോംസുകൾ ആ ബോർഡുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ട്. എന്നാൽ അതെല്ലാം കാറ്റിൽ പറത്തി കാഴ്ച ഈ 40% താഴെ കാഴ്ച പരിമിതിയുള്ള ആളുകളും ഭിന്നശേഷിക്കാരാണെന്ന് പറഞ്ഞ് സർട്ടിഫിക്കറ്റ് വാങ്ങി ജോലിയിൽ കയറുന്നു. 40% താഴെ കേൾവിക്കുറവുള്ള ആളുകളും ഭിന്നശേഷിക്കാരാണെന്ന് പറഞ്ഞ് ജോലിയിൽ കയറുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ ഈ വിഭാഗത്തിൽപ്പെട്ട ഈ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ഒരാളായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് കോഴിക്കോട് ജില്ലയിൽ മാത്രം 50-ലധികം ആളുകൾ ഇത്തരം സർട്ടിഫിക്കറ്റുകൾ സമ്പാദിച്ച് ജോലിയിൽ പ്രവേശിച്ചിട്ടുണ്ട്. കേരളത്തിൽ ഏകദേശം 300-ലധികം ആളുകൾ ഇങ്ങനെ ജോലിയിൽ പ്രവേശിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇടനിലക്കാരായ ആളുകൾക്ക് 5 ലക്ഷം മുതൽ 15 ലക്ഷം വരെ കൈക്കൂലി നൽകിയാണ് ഇവർ ഇങ്ങനെ ജോലിയിൽ ഉദ്യോഗങ്ങളിൽ കയറി കൂടിയിട്ടുള്ളത് എന്നാണ് ഇവർ ആരോപിക്കുന്നത്. മാത്രവുമല്ല അവരതിന് ചില തെളിവുകൾ നിരത്തുന്നു. അവർ പറയുന്നത് ലോ വിഷൻ്റെ 40% മുകളിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റിനകത്ത് ഒപ്പിടുന്നത് ഗൈനക്കോളജിസ്റ്റാണ്, അല്ലെങ്കിൽ പീഡിയാട്രീഷ്യന്മാരാണ്. ഇതിനകത്ത് വേറെ ഈ മെഡിക്കൽ ബോർഡിലെ ബാക്കിയുള്ള ആളുകളുടെ സിഗ്നേച്ചർ ഒന്നുമില്ല. ഇങ്ങനെ ഗൈനക്കോളജിസ്റ്റും പീഡിയാട്രീഷ്യന്മാരും ഒക്കെ സൈൻ ചെയ്ത് കൊടുക്കുന്ന ഒരവസ്ഥാവിശേഷവും ഉണ്ട് എന്നാണ്. അതിൽ അദ്ദേഹം വേറൊരു കാര്യം പറയണ്ടായി. എന്താണ്, ഇങ്ങനെ കാഴ്ച പരിമിതിയുടെ പേര് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി ജോലിയിൽ കയറിയ ഒരാൾ ഇപ്പോൾ കാർ ഓടിച്ചിട്ടാണ് സ്കൂളിൽ വരാറുള്ളത് എന്ന് പറഞ്ഞാൽ കാർ ഓടിക്കാൻ അദ്ദേഹത്തിന് തടസ്സമില്ല. അത്രയും. അതുപോലെ തന്നെ 40 വയസ്സായാൽ പൊതുവിൽ കാഴ്ചക്ക് ആളുകൾക്ക് എന്താവും, ഒരു മങ്ങൽ ഉണ്ടാകും. 48 വയസ്സുള്ള ഒരാൾ, അത്തരം ഒരവസ്ഥയിലുള്ള ഒരാൾ എന്ത് ചെയ്തു, ഇങ്ങനെ സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കി ജോലിയിൽ പ്രവേശിച്ച ഒരു അനുഭവം അദ്ദേഹം പങ്കുവെക്കുണ്ടായി. അതുപോലെ തന്നെ ഈ എപ്പിലെപ്സിയുമായി ബന്ധപ്പെട്ട് ടെമ്പററി ഭിന്നശേഷി സർട്ടിഫിക്കറ്റുകൾ അനുവദിക്കും. അത്തരം ടെമ്പററി സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് ജോലിയിൽ കയറിയ ഒരാളെക്കുറിച്ച് അദ്ദേഹം സൂചിപ്പിക്കണ്ടായി. പറയുന്നത് ഇതിങ്ങനെ കുറേ കണക്കുകളും കാര്യങ്ങളും അദ്ദേഹം പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന ആരോപണങ്ങൾ ശരിയാണെങ്കിൽ ഇത് വളരെ ഗൗരവമുള്ള സംഗതിയാണ്. ഇത് ഗുരുതരമായ പ്രശ്നമാണ്. ശരിക്കും പറഞ്ഞാൽ സംവരണം എന്നുള്ളത് അവഗണിക്കപ്പെട്ട, അല്ലെങ്കിൽ പല കാരണങ്ങൾ കൊണ്ട് പിന്നോട്ട് പോകുന്ന ഒരു വിഭാഗത്തെ ഉയർത്തിക്കൊണ്ടുവരാനുള്ളൊരു സംവിധാനമാണ്. ഭിന്നശേഷിക്കാരായ ആളുകളെ അവരെ ഈ തൊഴിലിടങ്ങളിലേക്ക് കൊണ്ടുവരാനുള്ള, മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുള്ള സിസ്റ്റമാണ്. അതിനെ മറ്റൊരു രൂപത്തിൽ ചൂഷണം ചെയ്യുന്നു എന്ന് പറയുന്നത് വളരെ ഗൗരവത്തോടു കൂടി സർക്കാർ കാണണമെന്നാണ് പറയുന്നത്. അദ്ദേഹം പ്രയോഗിച്ചൊരു വാചകമുണ്ട്, അർഹരായ വിദ്യാസമ്പന്നരായ ആളുകൾ റോട്ടിൽ പാട്ടുപാടിയും ലോട്ടറി വിറ്റും ജീവിക്കുന്നു. എന്നിട്ട് മറുവശത്ത് അനർഹരായ ആളുകൾ വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി ജോലിയിൽ പ്രവേശിക്കുന്നു. ഈ സിസ്റ്റം, ഈ രീതി എന്തായിരുന്നാലും ശരിയല്ല എന്നാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. മറ്റൊരു കാര്യം അദ്ദേഹം സൂചിപ്പിച്ചതെന്ന് വെച്ചാൽ, ഇപ്പം ഈ ഭിന്നശേഷിക്കാരായ ആളുകളുടെ നിയമനം നടക്കാത്തത് കൊണ്ട് അപ്രൂവൽ നൽകാൻ കഴിയാത്ത കുറേ പോസ്റ്റുകളുണ്ട്. ഇതിൽ നിന്ന് NSSകാർ അവർക്ക് കഴിഞ്ഞ നിയമനങ്ങളെ റെഗുലറൈസ് ചെയ്യാനുള്ള ഉത്തരവ് അവർ കോടതിയിൽ നിന്ന് സമ്പാദിച്ചു എന്നാണ്. കോടതിയിൽ സമ്പാദിക്കാൻ, ഇവർ ഉന്നയിക്കുന്ന ആരോപണം, കോടതിയിൽ നിന്ന് സമ്പാദിക്കാൻ അവർക്ക് അനുകൂലമായ സാഹചര്യം ഉണ്ടായത് കഴിഞ്ഞ വിദ്യാഭ്യാസ വകുപ്പും ഭിന്നശേഷി കമ്മീഷനും അവർ ശരിയായി കോടതിയിൽ എടുക്കേണ്ട നിലപാടെടുക്കാത്തത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ അത്തരം ഒരവസ്ഥ അവിടെ ഉണ്ടായത് എന്ന വളരെ ഗൗരവമുള്ള മറ്റൊരു ആരോപണം കൂടി ഇവർ ഉന്നയിക്കുന്നുണ്ട്. എന്തായിരുന്നാലും ഈ വിഭാഗത്തിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകണം. അവർക്ക് അർഹതപ്പെട്ട അവസരങ്ങൾ നഷ്ടപ്പെടുന്നത് തടയാൻ സർക്കാർ ശ്രദ്ധിക്കണം. ഈ വിഷയങ്ങളിൽ സർക്കാർ സുതാര്യത ഉറപ്പുവരുത്തണം. ഇവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അർഹതപ്പെട്ടത് കിട്ടുന്നത് ഉറപ്പുവരുത്താനുള്ള അടിയന്തര നടപടി സർക്കാരിൻ്റെയും വിദ്യാഭ്യാസ വകുപ്പിൻ്റെയും ഭാഗത്തുനിന്നുണ്ടാകണം. മറ്റൊരു കാര്യം കൂടി അവർ പറയണ്ടായി. ഭിന്നശേഷിക്കാരുമായി ബന്ധപ്പെട്ട സെൻസസ് ഡോക്ടർ MK മുനീർ ന്യൂനപക്ഷ ഈ സാമൂഹ്യക്ഷേമ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന ആ കാലത്ത് നടന്നതാണ്. അതിനുശേഷം പിന്നീട് ഇവരുടെ ഒരു സെൻസസോ കണക്കെടുപ്പോ നടന്നിട്ടില്ല. അതുകൊണ്ട് അത്തരമൊരു കണക്കെടുപ്പിലേക്ക് കൂടി സർക്കാർ പോകണമെന്നാണ് ഭിന്നശേഷിക്കാരായ ആളുകൾ ആവശ്യപ്പെടുന്നത്. അങ്ങനെ സെൻസസിലേക്ക് പോയി വിവിധ കാറ്റഗറി തിരിച്ചുകൊണ്ടുള്ള കണക്ക് സർക്കാരിൻ്റെ കയ്യിലുണ്ടായാലും ഇത്തരം പ്രശ്നങ്ങൾ തടയുന്നതിന് അത് ഉപകാരപ്പെടുമെന്നാണ്
അവർ പിന്നെ ആവശ്യപ്പെടുന്നത്. ഏതായിരുന്നാലും ഇത് ഈ പറയുന്ന നിലക്ക് മുന്നോട്ട് പോവുകയാണെങ്കിൽ അതൊരു കടുത്ത അനീതിയാണ്. അതിനൊരു അവസാനം ഉണ്ടാകണം.